ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഓവനും ബീറ്ററും അതുപോലെ കപ്പ് കേക്ക് മോൾഡും ഒന്നുമില്ലാതെ വീട്ടിൽ എങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് കപ്പ് കേക്ക് തയ്യാറാക്കാം എന്നാണ്. വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. ഇതിൻ്റെ മുകളിൽ ഇതുപോലുള്ളൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് നമ്മുടെ കേക്ക് എക്സ്ട്രാ സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നമ്മൾ ഈ മൈദയിലൊക്കെ വല്ല കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് ഒരു വലിയൊരു ബൗൾ എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഈ 2 മുട്ടയെ ഈ ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ച് ചേർക്കാം. നമ്മൾ കേക്കിന് എടുക്കുന്ന മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഉപയോഗിക്കരുത്. ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പോലെ പൊങ്ങി വരില്ല. ഇനി ഈ മുട്ടയെ നമുക്ക് ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പം മുട്ട നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഈ പഞ്ചസാരയെ നിങ്ങൾ ഒന്നെങ്കിൽ പഞ്ചസാര പൗഡർ 1 കപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ 1 കപ്പ് പഞ്ചസാര പൗഡർ കിട്ടും. നമ്മൾ പഞ്ചസാര 1 കപ്പ് എടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അളവിൽ മാറ്റം വരും. അതുകൊണ്ട് പഞ്ചസാര പൗഡർ 1 കപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2-3 തവണയായിട്ട് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണ്ട. 2-3 തവണയായിട്ട് ചേർത്തിട്ട് വേണം ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം മുട്ടയെയും പഞ്ചസാര പൗഡറിനെയും നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് പാലാണ്. ഈ പാല് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പോലെ തണുപ്പ് പോയതിന് ശേഷം വേണം ഈ കേക്കിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കുക. ഈ പാലിനെയും ഈ കൂട്ടിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് ഓയിലാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറോ ചേർത്താലും മതി. ഇനി ഇതിനെയും നല്ല പോലെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഓയിലിനെയും ഇതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കേണ്ടത്. ഈ വാനില എസൻസ് ചേർത്തതിന് ശേഷം 2 മിനിറ്റ് നിർത്താതെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ട ചേർത്തതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ കേക്കിൽ ഒരു മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടാവും. അത് കളയാനും വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണ്ട. 2-3 തവണയായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു പ്രാവശ്യം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക.
അങ്ങനെ നമ്മുടെ കപ്പ് കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ കപ്പ് കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനെ പൊങ്ങി വരാനും വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കേക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ കപ്പ് കേക്ക് തയ്യാറാക്കാനായിട്ട് ഇതുപോലുള്ള പേപ്പർ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അത് ഈ ഗ്ലാസ്സിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കപ്പ് കേക്കിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ കപ്പിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഈ കപ്പിൻ്റെ പകുതിയോളം ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ കപ്പിൻ്റെ അകത്തേക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ ഇറക്കി വെച്ചാലും മതി. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഈ ഗ്ലാസിൻ്റെ ഷേപ്പിലൊന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേക്ക് ഇതിൻ്റെ അകത്തൊന്നും പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ നമ്മൾ ഈ കപ്പ് കീറിയെടുത്തതിന് ശേഷം വേണം കേക്ക് റിമൂവ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ ഇറക്കി വെച്ചിട്ടും അതുപോലെ തന്നെ ഡയറക്റ്റ് ബട്ടർ പേപ്പർ ഇല്ലാതെ ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടും നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പം ഞാൻ എല്ലാത്തിലേക്കും പകുതിയോളം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം പൊങ്ങി വരുമ്പോൾ ചെറിയ ചെറിയ ഹോൾസ് പോലെ ഇരിക്കും. ഇതിൽ എയർ ബബിൾസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഹോൾസ് ആയിട്ട് ഇരിക്കുന്നത്. അത് പോവാനും വേണ്ടിയിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ളൊരു പാനിൽ ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ചെയ്യാം. കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ കുക്കറിൻ്റെ അടിയിൽ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ പാനിൽ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ വെള്ളമോ ഉപ്പൊന്നും വെക്കണ്ട. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അല്പം വെള്ളം വെച്ചിട്ട് തട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ പാനിൽ വെള്ളമോ ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല, വെറും ഈ തട്ട് ഇറക്കി കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടാൽ നോൺ സ്റ്റിക്കിൻ്റെ പാന് പോലെ ഇരിക്കുമെങ്കിലും ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനല്ല ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ ഉപ്പോ വെള്ളം ഒന്നും ചേർക്കാത്തത്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം തട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇതിനെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഈ തട്ടിൻ്റെ മുകളിൽ നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ഇറക്കി കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റോളം ബേക്ക് ചെയ്യണം. 35 മിനിറ്റോളം നമ്മൾ ഇതിൻ്റെ മൂടി തുറന്ന് നോക്കിയേ ചെയ്യരുത്, അപ്പോൾ ഈ കേക്ക് നല്ലപോലെ പൊങ്ങി വരില്ല. ഇപ്പോൾ ഏകദേശം 35 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ പാന് തുറന്നിട്ടുണ്ട്. നമ്മളെ കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല പോലെ പൊങ്ങി നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന് നല്ല പോലെ ചൂടാറിയതിന് ശേഷം ഈ പേപ്പർ ഗ്ലാസിൻ്റെ അകത്തുനിന്ന് മാറ്റാം. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ബട്ടർ പേപ്പർ ഒന്ന് ഇതിൻ്റെ അകത്തുനിന്ന് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്കിനെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തത് നമുക്കിതുപോലെ പേപ്പർ ഗ്ലാസ് കീറിയിട്ടും നമുക്കിതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഒരു കപ്പ് കേക്കിനെ ഈ പേപ്പർ ഗ്ലാസിൻ്റെ അകത്തുനിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കപ്പ് കേക്ക് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിവശമൊക്കെ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ കിട്ടും. നമ്മളിപ്പോൾ മോൾഡ് ഉപയോഗിക്കാതെ തയ്യാറാക്കിയതുകൊണ്ടാണ് ഇതിൻ്റെ അടിവശം അല്പം പരന്നിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്.
ഈ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.